ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തകർത്ത പകരം കൊണ്ടുവരുന്ന BBG റാംജി പദ്ധതി സംസ്ഥാന സർക്കാരിനെ വലിയ തോതിൽ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുമെന്ന് CITU സംസ്ഥാന സെക്രട്ടറി OC ബിന്ദു. ഇത് കൂടാതെ 4800ഓളം വരുന്ന ജീവനക്കാരുടെ തൊഴിൽ സുരക്ഷയെ ബാധിക്കുമെന്നും OC ബിന്ദു പറഞ്ഞു. കേരള സംസ്ഥാന NREG എംപ്ലോയീസ് യൂണിയൻ CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു OC ബിന്ദു. കേന്ദ്ര BJP സർക്കാർ ആ നിയമം റദ്ദ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ BBG റാംജി എന്ന് പറയുന്ന പേരിൽ പുതിയ നല്ല ഓമന പേരിട്ടുകൊണ്ട് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഭാരത് വികസിത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തിനകത്ത് പല വിധത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് അടിസ്ഥാന ജനവിഭാഗങ്ങളെ ബാധിക്കുന്ന രൂപത്തിലേക്കാണ് നമ്മുടെ ഈ NREG മേഖലക്കകത്ത് ഇത്തരത്തിലുള്ള വലിയ നിയമങ്ങൾ പാസ്സാക്കിയെടുക്കാൻ വേണ്ടി ഗവൺമെൻറ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിനകത്ത് രാഷ്ട്രപതി ഒപ്പിട്ട് വന്നിരിക്കുന്ന നിയമമായതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ ഈ രാജ്യത്തിനകത്തുള്ള 20 കോടിയിൽ പരം വരുന്ന ജനങ്ങളെ ബാധിക്കും എന്ന് പറയുമ്പോൾ കേരളത്തിനകത്ത് നമുക്കറിയാം മറ്റ് മേഖലകളെ എടുത്തു നോക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ രൂപത്തിലുള്ള വികസന കുതിപ്പുകൾ അതോടൊപ്പം തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ക്ഷേമ പുരോഗതികൾ നമ്മുടെ കേരളത്തിനകത്തുണ്ട്. പക്ഷേ അതിനകത്ത് നിന്ന് എടുത്തു പറയുമ്പോൾ സാധാരണ ജനങ്ങളെ ജീവിതോപാധിയായിട്ടുള്ള NREG എന്ന് പറയുന്ന ഈ തൊഴിലുറപ്പ് പദ്ധതി ആ തൊഴിലുറപ്പ് നിയമം ഇന്ന് കേരളത്തിനകത്തും രാജ്യത്തിനകത്തും വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വരും കാലങ്ങളിൽ നമ്മുടെ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതിലുപരിയായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതിനെതിരെയായിരുന്നു സമരം. പ്രതിഷേധ സമരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ജില്ലാ പ്രസിഡന്റ് സരിത UV അധ്യക്ഷയായി. ജില്ലാ സെക്രട്ടറി K ഷിനു, ജില്ലാ പ്രസിഡന്റ് ചന്ദ്രൻ, യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫാത്തിമത്ത് ഷെരീഫ എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.